സിംഹാരൂഢാം ത്രിനേത്രാം കരതലവിലസച്ചങ്കചക്രാതിചർമാം സർവാഭീഷ്ടപ്രദാത്രിന്ദിഭുമദനഗരീം സർവലോകൈകവന്ദ്യാം സർവാലങ്കാരയുക്താം ശശിയുതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദുന്മൂലനായ. നമസ്കാരം. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് സ്വാഗതം. പ്രിയരെ, ഇന്ന് വെള്ളിയാഴ്ച, ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസം. ലളിതാ സഹസ്രനാമം, ലളിതാ അഷ്ടോത്തരം, ദേവീ സ്തോത്രങ്ങൾ, ദേവീ മാഹാത്മ്യം മുതലായിട്ടതൊക്കെ ഇങ്ങനത്തെ ദിവസം എല്ലാ ദിവസവും ചെല്ലണത് നല്ലതാണ്. പക്ഷേ വെള്ളി, ചൊവ്വ, കൊടിയാഴ്ചകൾ എന്ന് പറയുന്ന ഇത്തരം ദിവസങ്ങളിൽ പറഞ്ഞ സംഗതികൾ ചൊല്ലുന്നത് വളരെ വിശേഷമാണ്. ലക്ഷ്മി അഷ്ടകം, അന്നപൂർണേശ്വരി സ്തോത്രം, വളരെ സ്തോത്രങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരുപാട് സ്തോത്രങ്ങൾ, ദേവീമാത്മ്യം, ഇതൊക്കെ ചെല്ലേണ്ട ദിവസമാണ് വെള്ളി, ചൊവ്വ. ആപദുദ്ധാരണ സ്തോത്രം എന്ന് പറഞ്ഞിട്ടൊരു 8 ശ്ലോകം. ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപദുന്മൂലനായ. എല്ലാ ആപത്തുകളെയും ഉന്മൂലനം ചെയ്ത് കളയാൻ ദേവി ദുർഗയെ ഞാൻ ആശ്രയിക്കുന്നു. എല്ലാ ശ്ലോകത്തിൻ്റെയും 4ാമത്തെ വരി ഇങ്ങനെ പോവുക. അങ്ങനെ 8 ശ്ലോകം. ഒരു ശ്ലോകമാണ് ഇപ്പോൾ എടുത്തത്. സിംഹാരൂഢാം ത്രിനേത്രാം തുടങ്ങുന്ന ഒരു ശ്ലോകം. അതിലെന്തൊക്കെയാണ് പറയുന്നത്? ദേവിയുടെ വാഹനമാണ് സിംഹം. ബ്രഹ്മാവിൻ്റെ പത്നിയായിരിക്കുന്ന സരസ്വതി ആവുമ്പോൾ ഹംസമാവും, ലക്ഷ്മിയുടെ വാഹനമാവുമ്പോൾ ഗരുഡനാവും. ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഒക്കെ കാണാമെങ്കിലും സാക്ഷാൽ പരാശക്തി എന്ന് പറയുന്ന ദേവിയുടെ വാഹനം സിംഹമാണ്, സിംഹാരൂഢയാണ്. ത്രിനേത്രാം, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, പിന്നെ 3 കണ്ണുണ്ട് ശിവന്. ശിവൻ്റെ പരിവാരങ്ങൾക്കും പത്നികൾക്ക് ഈ 3 കണ്ണുണ്ട്. ഒന്ന് സൂര്യൻ്റെ പ്രതീകം, ഒന്ന് ചന്ദ്രൻ്റെ പ്രതീകം, ഒന്ന് അഗ്നിയുടെ പ്രതീകം. അതിപ്പോൾ സുബ്രഹ്മണ്യനായാലും ഉണ്ട്, അയ്യപ്പനായാലും ഉണ്ട്, പിന്നെ ഗണപതിക്കുണ്ട്. ഇതിൽ ശിവൻ്റെ പുത്രന്മാർക്കും ശിവൻ്റെ പരിവാരങ്ങൾക്കൊക്കെ ഈ തൃക്കണ്ണുണ്ട് എന്നാണ്. 3 കണ്ണ്. ത്രിനേത്രാം കരതലവിലസച്ചങ്കചക്രാതിചർമാം. പല കൈകളിൽ പല ആയുധങ്ങൾ കൂടിയിട്ട് തിളങ്ങുന്നതായ ദേവി. ശംഖം, ചക്രം, ചർമ്മം, ശംഖചക്രാതിചർമ്മ. ഹസി പറഞ്ഞാൽ വാളുണ്ട്, പരിചയുണ്ട്. ഇതൊക്കെയുള്ള ദിവ്യ ആയുധങ്ങൾ. ചിലപ്പോൾ 4 കൈയാവും, ചിലപ്പോൾ 8 കൈയാവും, ചിലപ്പോൾ 16 കൈയാവും. പല തരത്തിൽ പല സന്ദർഭത്തിൽ പല രൂപമാണ് ദേവിക്ക്. എത്രയോ രൂപങ്ങളുണ്ട് കേട്ടോ. ഇവിടെ 4 കൈയായിരിക്കാം. ശംഖ, ചക്രം, അതുപോലെ തന്നെ വാള്, പരിച, അതിനെയൊക്കെയാണ് വർണ്ണിച്ചത്. സർവാഭീഷ്ടപ്രദാത്രിം, ഭജിക്കുന്നതായിരിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ദേവി ആണ്. പണ്ടൊക്കെ കൊല്ലത്തിലൊരിക്കലൊരു ഭഗവതി സേവ വീട്ടിൽ നടത്തണം. ലളിതാ സഹസ്രനാമവും ദേവി മാഹാത്മ്യം ഒക്കെ ചൊല്ലിയിട്ടാണ് നടത്തുക. അങ്ങനെ നടത്തുന്ന ദേവി സേവയ്ക്ക്, ഭഗവതി സേവ നടത്തിയാൽ അവരുടെ വീട്ടിൽ ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല. ഉദ്യോഗം കിട്ടേണ്ടപ്പോൾ ഉദ്യോഗം കിട്ടുക, കല്യാണം കഴിയേണ്ടപ്പോൾ കല്യാണം കഴിയുക, വീടുണ്ടാക്കണം തോന്നിയ ആൾക്കാനുള്ള കാര്യ തടസ്സങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ ഭഗവതി സേവ, പായസമൊക്കെ വെച്ച് നേദിക്കണം, അങ്ങനത്തെ വീടുകളിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഗണപതി ഹോമം, വർഷത്തിലൊരിക്കൽ ഗണപതി ഹോമം, സാധാരണ കർക്കിടക മാസത്തിൽ അതൊക്കെ പതിവ്. ഗണപതി ഹോമം നടത്തുക, ഭഗവതി സേവ നടത്തുക, കൊല്ലത്തിലൊരിക്കൽ വീട്ടിൽ ചെയ്യണം. അമ്പലത്തിൽ പോയി ചീട്ടാക്കിയാൽ പോരാട്ടോ, അത് അമ്പലത്തിനെ ഗുണം കിട്ടും. നമ്മളൊക്കെ ഇപ്പോൾ അമ്പലത്തിൽ ചീട്ടാക്കണവരാ, അതിന് അമ്പലത്തിന് ഗുണം കിട്ടും. അമ്പലം നന്നാവുന്നുണ്ട് ഇല്ലേ? ഏത് അമ്പലം നന്നാവാത്ത കലിയുഗത്തിൽ? പക്ഷെ നമുക്കതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ വീട്ടിലത്തെ കാര്യവിഘ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനും കാര്യസാധ്യത്തിനും എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടക്കാനും സ്വാഭിഷ്ടപ്രദാത്രിം എന്ന് പറയുന്നത് അതാണ്. സർവാഭിഷ്ടപ്രദാത്രിം രിപുമഥനകരിം, ശത്രുക്കൾ ഇല്ലാണ്ടാവാൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരാളോട് വിരോധം ഉണ്ടായാൽ അയാളെ നശിപ്പിക്കാൻ അർത്ഥമല്ല കേട്ടോ. ശത്രുനാശം, ശത്രു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സാണ് നമ്മുടെ ശത്രു. രാഗദ്വേഷാദികൾ, കാമക്രോധ മുതലോപാധികൾ മനസ്സിൽ വന്ന് നിറഞ്ഞാൽ അത്തരം മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കില്ല, ഒരു സംശയമില്ല. ഒഴിഞ്ഞ സ്ഥലത്തല്ലേ എന്തെങ്കിലും ഇരിക്കുള്ളൂ. ദൈവത്തിന് അവിടെ ഇരിക്കണമെങ്കിൽ സ്ഥലം വേണേ. നമ്മുടെ മനസ്സൊക്കെ ഇടയ്ക്ക് ഫുള്ളായിരിക്കും, ഹൗസ്ഫുള്ളാവും അല്ലേ? പിന്നെ എങ്ങനെ ദൈവത്തിന് അവിടെ വന്നിരിക്കാൻ പറ്റുക? എന്തൊക്കെ ഹൗസ്ഫുള്ളാവുക? കാമം, ക്രോധം, ലോഭം, മാത്സര്യം, ഈർഷ്യ, ഇതുകൊണ്ടാണ് നിറഞ്ഞ ഹൗസ്ഫുൾ എന്നുള്ള ബോർഡ് വെച്ചാൽ ദേവി എന്ത് ചെയ്യും? ഇവിടെ സ്ഥലമില്ല, നമുക്ക് നമ്മുടെ വഴിക്ക് പോവാം. ദേവീ ദേവന്മാരെ അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ? അവിടെ ഒഴിച്ചിടണം. നല്ല ശുദ്ധമായിട്ടുള്ള സിംഹാസനം റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ദേവി കയറും അവിടെ ഇരിക്കാം.
ഏതായാലും ആരും ഇല്ലല്ലോ. ശുദ്ധമാനസന്മാരുടെ മനസ്സിലെ ശുദ്ധമാനസ, ലളിതാ സഹസ്രനാമത്തിലെ ശുദ്ധമാനസ, എവിടെയാണോ ശുദ്ധമായിട്ടുള്ള മനസ്സുള്ളത് അവിടെ ദേവി ഉണ്ടാവും എന്നാണ്. ദേവി ഉണ്ടാവും, ദേവിയുടെ അനുഗ്രഹം അങ്ങനത്തെ കൂട്ടരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സർവാഭീഷ്ടപ്രദാത്തിന് രിപുമഥ നഗരിയും, ഏത് ശത്രുക്കളെയാണ് ജയിക്കേണ്ടത്? കാമക്രോധമത മത്സര്യാദികളാൽ നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള ശത്രുക്കളെ ഇല്ലാണ്ടാക്കുന്നവളാണ് ദേവി. സ്ഥിരമായിട്ട് സ്വസ്ത്രനാമം ചൊല്ലിയ ഈശ്വരഭക്തി ഉണ്ടാവുക ഒക്കെ ചെയ്താൽ അവരുടെ മനസ്സാണ് ശുദ്ധാവും, എപ്പോഴും ദൈവത്തിന് ഇരിക്കാനുള്ള സ്ഥാനമായിട്ടത് മാറുകയും ചെയ്യുന്നു. സർവലോകൈക വന്ധ്യാം, 14 ലോകങ്ങളിലുള്ളവരും ദേവിയെ വന്ദിക്കുകയാണ്. ത്രിമൂർത്തികളടക്കം വന്ദിക്കണമെന്നാണ്. ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനും വിഷ്ണുവിന് ലോകത്തെ നിലനിർത്തുക അല്ലേ, കൊണ്ടു നടത്തലും സംഹരിക്കാൻ ശങ്കരനടക്കം. നേരത്തെ പറയേണ്ട ശിവശക്തിയായുക്തോ, ശക്തിയില്ല ശിവനെ ഇളകാനും കൂടി പറ്റില്ല എന്ന് പറയണം. ഇളകണ്ട എവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അതും കൂടി സാധിക്കില്ല. അപ്പോൾ ത്രിമൂർത്തികൾക്കും ആധാരഭൂതയായിരിക്കണം ആ ദേവി. സർവലോകൈകവന്ധ്യം സർവാലങ്കാരയുക്താം. ആ ദേവിയുടെ സൗന്ദര്യത്തെ പറ്റി ഏത് വാക്കുകൊണ്ടാണ് വർണ്ണിക്കുക? 6 മുഖമുള്ള സുബ്രഹ്മണ്യന് കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ? 4 മുഖമുള്ള ബ്രഹ്മാവിന് കഴിഞ്ഞിട്ടില്ല, 5 മുഖമുള്ള ശിവന് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, 1000 മുഖമുള്ള ആനന്ദന് കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായിട്ടില്ല വർണ്ണന. എന്നിട്ട് വേണ്ടേ ഒരു നാവുകൊണ്ട് നമ്മൾ വർണ്ണിക്കുക? അത്രയേറെ സർവാഭീഷ്ടപ്രദാത്രിൻ രിപുമനഗരീം സർവലോകൈകവന്ധ്യാം സർവാലങ്കാരയുക്താം, എല്ലാ അലങ്കാരങ്ങളോടും കൂടിയിട്ട് ശശിയുതമകുടാം. ചന്ദ്രക്കല ശിവൻ്റെ കലകൾക്കൊക്കെ ഉണ്ട് ഇല്ലേ? എല്ലാവർക്കും ചന്ദ്രക്കലയുണ്ട്, ഗണപതിക്കുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ചന്ദ്രക്കലയോടുകൂടി ശോഭിക്കുന്നതായ ശശിയുതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം. സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞതാണ്, ഒരുപാട് തടിച്ച ശരീരമല്ല. കൃശാംഗീം, മെലിഞ്ഞ ശരീരത്തോട് കൂടിയവളും. സർവാഭീഷ്ട പറഞ്ഞു സർവലോകൈകവന്ധ്യാം സർവാലങ്കാരയുക്താം സരതം അഭയതാം. അഭയം കൊടുക്കുക. അഭയമുദ്ര എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ആക്കിയിട്ടുള്ള മുദ്ര. ഞാൻ ഇവിടെ ഇല്ലേ, ആരും എന്നെ ഭജിക്കുന്നവർ പേടിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ നൽകും, എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. സതതം അഭയതാം ഭക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. സർവാഭീഷ്ടപ്രദാത്രിൻ രിപുമതനഗരീം സർവലോകൈകവന്ധ്യാം സർവാലങ്കാരയുക്താം ശശിതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപതുന്മൂലനായ. ശ്യാമള എന്ന് പറഞ്ഞാൽ 20 വയസ്സ് മുതൽ 30 വയസ്സിനുള്ളിലുള്ള പ്രായത്തിന് അത്രേ ശ്യാമള എന്ന് സംസ്കൃതത്തിൽ പറയുക. അതുകൊണ്ട് വളരെ യൗവനയുക്തയായിട്ടുള്ള പ്രായത്തോടു കൂടിയതും ആയ ദേവിയെ എന്തിനാണ് ഞാൻ ആശ്രയിക്കുന്നത്? എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനായിക്കൊണ്ട്. ആപത്ത് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് മാത്രമല്ല കേട്ടോ, വാഹനാപകടം, ഇടിമിന്നൽ മുതലായിട്ട് അപകടങ്ങൾ മാത്രമല്ല, തീയിൽ നിന്നുള്ള അപകടങ്ങൾ, ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ അപകടം എന്ന് പറയും. ഇത് കൂടാതെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏതും അപകടമാണ്. കലഹം, അതിലും ഇതൊരു അപകടം വേറെ വരാനുണ്ടോ? അമ്മ മകനെ പറഞ്ഞു, മകൻ അമ്മയെ പറഞ്ഞു, അമ്മ ഭർത്താവ് ഭാര്യയെ പറയുക, ഭാര്യ ഭർത്താവിനെ പറയുക, അവിടം വരെ യുദ്ധക്കളായി മാറിയാൽ അത് ഏറ്റവും വലിയൊരു അപകടമാണ്. പിന്നെ ആ വീട്ടിൽ എന്തുണ്ടായിട്ടെന്താ കാര്യം? അപ്പോൾ കലഹം, മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ കളയുന്ന കലഹം വലിയൊരു അപകടമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരപകടമല്ലേ? തൊട്ടതിനൊന്നും പൈസ ഇല്ലെങ്കിൽ എന്താ ഈ ലോകത്തിൽ നടക്കുക? ഇവിടുന്ന് അവിടെ ഇറങ്ങിയ പൈസ വേണം. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വലിയൊരു അപകടമാണ്. അതേപോലെ തന്നെ ആരുമായിട്ട് അയൽവക്കത്തുള്ളവരുമായിട്ട് അലോഗ്യമാവുക, അത് വലിയൊരു അപകടമാണ്. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെയായ. അപ്പോൾ മനസ്സിന് സമാധാനത്തെ കെടുത്തുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അപകടമാണ്. അപ്പോൾ ആ അപകടങ്ങളിൽ നിന്നൊക്കെ ദേവി രക്ഷിച്ച് മനസ്സിന് ശാന്തിയെയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥനയുടെ അന്തർഭാവം. സിംഹാരൂഢാം ത്രിനേത്രാം കരതല വിലസച്ചങ്കചക്രാസി ചർമാം സർവാഭീഷ്ടപ്രദാത്രിൻ രിപുമതനഗരീം സർവലോകൈകവന്ധ്യാം സർവാലങ്കാരയുക്താം ശശിതമകുടാം ശ്യാമളാംഗീം കൃശാംഗീം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമശേഷാപതുന്മൂലനായ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.